ആയിട്ടിരിക്കുന്നല്ലോ. നമ്മുടെ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ അഗ്രികൾച്ചറിനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ കഴിഞ്ഞ സിലബസിലോ പണ്ട് കുട്ടികൾ പഠിച്ച പോലെയൊന്നുമല്ല. നിങ്ങൾ അഗ്രികൾച്ചറിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതായത് ഇനി നമ്മുടെ വരും തലമുറയിൽ കമ്മിങ് ജനറേഷനിൽ എങ്ങനെയാണ് നമ്മുടെ അഗ്രികൾച്ചർ ഡെവലപ്പ് ആവുന്നത് എന്നൊക്കെയാണ്. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതും നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതുമുള്ള ഏറ്റവും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് സ്മാർട്ട് ഫാമിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സ്മാർട്ട് ഫാമിംഗ് എന്ന് അല്ലെങ്കിൽ സ്മാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ പ്രത്യേകത? അതിനാദ്യം നമുക്ക് നോക്കാം. സ്മാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കൃഷി രീതിനെ ഒന്ന് നമ്മൾ സ്മാർട്ട് ആക്കുന്നു അല്ലെ. നിങ്ങളിപ്പോ ഇരിക്കുന്ന പോലെ ഇരുന്നാൽ മതിയോ? പോരാ, നിങ്ങൾ സ്മാർട്ട് ആവണം. അതിനാണ് നമ്മൾ പറയുന്നത് നമ്മുടെ യോദ്ധാ ബാച്ചിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾ സ്മാർട്ടായി ഫുൾ മാർക്ക് മേടിക്കുന്ന അടിപൊളി കുട്ടികളായിട്ട് മാറും എന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയും അഗ്രികൾച്ചറും നല്ല സ്മാർട്ടായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം അല്ലെ. അപ്പൊ അഗ്രികൾച്ചർ നല്ല സ്മാർട്ടായിട്ട് വരാൻ ടെക്നോളജിക്കലി നല്ല ഡെവലപ്പ് ആവാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്ത് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നാമത്തേത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും. നിർമ്മിത ബുദ്ധി. അതായത് നമ്മൾ AI പറ്റിയൊക്കെ കേൾക്കുന്നുണ്ട് ഓൾറെഡി അല്ലെ. നമ്മൾ AI ഉപയോഗിച്ച് വീഡിയോസ് ഉണ്ടാക്കുന്നു, നമുക്ക് വെർച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കാനൊക്കെ പറ്റുന്നു. അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ ഒരാൾ വെറുതെ നിൽക്കണം, ഒരു ഫോട്ടോനെ തന്നെ വീഡിയോ ആക്കി മാറ്റാനൊക്കെ AI നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയും അങ്ങേയറ്റം അല്ലെ AI പല രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അഗ്രികൾച്ചറിൽ AI നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണ്? വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവെച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്ന പരിഹാര മാർഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അതായത് ഷെയറിംഗ് ഇമേജസ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ക്രോപ്സ് യു ക്യാൻ ഫൈൻഡ് സൊല്യൂഷൻ ടു പ്രോബ്ലം വിത്ത് ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ഉപയോഗിച്ച് ഒരു പാടത്തെ കൃഷിയുടെ പ്രത്യേകതകൾ എന്താ നമുക്ക് മനസ്സിലാക്കാം. എന്തെങ്കിലും അല്ലെങ്കിൽ പെസ്റ്റ് അറ്റാക്കോ ഡിസീസോ വരുന്നുണ്ടെന്ന് നമുക്ക് AI വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. AI ഡ്രോൺസുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെടീനെയും ഒരു കൃഷിനെയും മുഴുവനായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ അത് വലിയൊരു ടെക്നോളജി തന്നെയാണ്. രണ്ടാമത്തേതാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ് moisture, fertility and pest infestation are identified. Problem solving system is prepared with the help of machines. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡ്രോണുകൾ ഉപയോഗിക്കാം. സോയിൽ മാനേജ്മെന്റ്, മണ്ണിൽ pH കറക്റ്റ് ആണോ, വെള്ളം പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ, ആവശ്യത്തിന് വേണ്ട ന്യൂട്രിയൻസ് ഉണ്ട്, സോയിൽ ഫെർട്ടിലിറ്റി എങ്ങനെയുണ്ട്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതാ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, പ്രിസിഷൻ ഫാമിംഗ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് IoT ഫുൾ ഫോം ഒക്കെ ചിലപ്പോൾ ചോദിക്കാം, അതും പഠിച്ചു വെച്ചോളൂ. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൃഷി രീതിനെ മെച്ചപ്പെടുത്താനും കൃഷിയെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ നമുക്ക് അതിന്റെ പ്രശ്ന പരിഹാരവും അതിന്റെ എന്താണ് അതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു റെമഡി എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മൂന്നാമത്തേതാണ് നമ്മുടെ ഹൈഡ്രോപോണിക്സ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, ജലം, വാട്ടർ ആണ് അല്ലെ. നമ്മുടെ പ്ലാന്റ്സ് സാധാരണ വളരുന്ന എവിടെയാ, സോയിലാണ്. പക്ഷേ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ solution with the help of sensors. Amount of nutrient is detected and provided as needed. അതായത് നമ്മൾ ചെടികളെ വളർത്തുന്നത് വെള്ളത്തിലാണ്. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ന്യൂട്രിയന്റ് മീഡിയം, ചെടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കലക്കിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ ന്യൂട്രിയൻ മീഡിയം. അപ്പൊ അതിലാണ് നമ്മൾ ചെടീനെ വളർത്തുന്നത്. അപ്പൊ മണ്ണ് ആവശ്യമില്ല. മണ്ണില്ലാതെ നമുക്ക് നമ്മുടെ ലബോറട്ടറിയിലൊക്കെ ഇതുപോലെ ഈ വെള്ളത്തിലൂടെ ന്യൂട്രിയൻ മീഡിയത്തിനകത്ത് നിന്ന് നമുക്ക് ചെടീനെ വളർത്തിയെടുക്കാൻ പറ്റും. അതിനെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ജലമാണ്, ന്യൂട്രിയൻ മീഡിയമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നാലാമത്തേത് എയറോപോണിക്സ് ആണ്. Water and nutrients are delivered to roots grow into air in a timely manner with the help of sensors. വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്നു. ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കേ, കണ്ടോ? അതായത് ചെടി ഇങ്ങനെ വായുവിലാണ് വളരുന്നത്. ചെടിയുടെ വേരുകൾ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ എയറിൽ നിൽക്കും. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ മറ്റ് സെൻസേഴ്സ് ഉപയോഗിച്ച് ഈ സ്പ്രേ ചെയ്താണ് ന്യൂട്രിയൻ മീഡിയം കൊടുക്കുന്നത്. അപ്പൊ അവിടെയും നമുക്ക് മണ്ണിന്റെ ആവശ്യമില്ല. സ്ഥല ലഭ്യതക്കുറവ് പ്രശ്നമാണെങ്കിലൊക്കെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം,
വായുവിൽ നമുക്ക് ചെടീനെ വളർത്താൻ പറ്റുന്ന രീതി ആയതുകൊണ്ടാണ് അതിന് എയറോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടിയല്ലോ. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതുപോലെ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, ഇത് 4 സ്മാർട്ട് ഫാമിംഗിൽ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. IoT ഫുൾ ഫോം ഒക്കെ ചോദിക്കാം, അതുകൊണ്ട് ഷോർട്ട് ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ കൂടുതൽ ഒരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരാം. ആൻഡ് മറ്റൊരു ചോദ്യം കൂടി മിസ് ചോദിക്കാം. പ്രിസിഷൻ ഫാമിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ളത്? അതൊന്ന് കണ്ടെത്തിയിട്ട് വരിക. കൂടുതലായിട്ട് വീഡിയോ മിസ് വീണ്ടും വരാം. അപ്പൊ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡിസ്കസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ ലൈവിലൊക്കെ ആയിട്ട് കാണാം. ബൈ.